പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായ ഹരി കുടപ്പനക്കുന്നാണ്. ശ്രീ ഹരി കുടപ്പനക്കുന്നുമായി സംസാരിക്കുന്നത് MV ശശികുമാർ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലെ വിശിഷ്ടാതിഥി കവിയും ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായ ശ്രീ ഹരി കുടപ്പനക്കുന്നാണ്. അദ്ദേഹം കവിയും ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനും മാത്രമല്ല, ദൂരദർശൻ്റെ പ്രൊഡ്യൂസർ കൂടിയായിരുന്നു. സ്നേഹാദരത്തോടെ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്കളുടെ കലാജീവിതത്തിൻ്റെ തുടക്കം കവിതകളിലൂടെ ആണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? ഏത് കാലത്തായിരുന്നു അങ്ങനെ ഈ കലാജീവിതത്തിലേക്ക് വരുന്നത്? ഞാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ ചില ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, അറിയപ്പെടുന്നതും അത്രയേറെ പ്രചാരമില്ലാത്തതുമായ പ്രസിദ്ധീകരണങ്ങൾ കവിത എഴുതിയിരുന്നു. ഞാൻ MA പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെയാണ് കേരളത്തിൽ കവിയരങ്ങുകൾ സജീവമാകാൻ തുടങ്ങിയത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. അപ്പോൾ ആദ്യകാല കവിയരങ്ങുകളിൽ മിക്കതിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് അത്ര സജീവമായില്ല എന്ന് മാത്രം. യൂണിവേഴ്സിറ്റി കോളേജായിരുന്നോ പഠനം? ഞാൻ ഡിഗ്രി ഐച്ഛിക വിഷയമായി മലയാളമായിരുന്നു, MG കോളേജിലായിരുന്നു. MA പഠിച്ചിരുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. പ്രഗത്ഭരായ അധ്യാപകർ, കവികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അക്കാലത്ത്. പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു. മാത്രമല്ല, പലരും പ്രഭാഷണങ്ങൾ നടത്താൻ അധ്യാപകരല്ലാത്തവർ അവിടെ വന്നിട്ടുണ്ട്. അത് വലിയൊരു അനുഭവമാണ്. അത് N കൃഷ്ണപിള്ള സാറിനെ പോലെയുള്ള നാടകാചാര്യന്മാർ, പിന്നെ NN കക്കാടിനെ പോലെയുള്ള കവികൾ, പിന്നെ തിരുവനന്തപുരത്ത് അന്ന് അറിയപ്പെട്ടിരുന്ന മിക്കപേരും ഈ മലയാളം വിദ്യാർത്ഥികളെ ഈ ഭാഷയോടും സാഹിത്യത്തോടും ഒക്കെയുള്ള ഒരു ബന്ധം ബലപ്പെടുത്താൻ വേണ്ടി പ്രഭാഷണങ്ങൾക്ക് എത്തിയ ഒരു കാലമായിരുന്നു. അതുമാത്രമല്ല, അന്ന് ഈ നാട്ടുംപുറത്തെ വായനശാലകൾ പോലും സാഹിത്യവും അല്ലാത്തതുമായ ചർച്ചകൾ കൊണ്ട് സജീവമായിരുന്നു. അപ്പം അതൊക്കെ വളരെ നമ്മുടെ ചിന്തകളെ, അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യ പ്രവർത്തനത്തെ, താല്പര്യങ്ങളെ പ്രചോദിപ്പിക്കുന്നവയായിരുന്നു. അതുകൊണ്ടായിരുന്നു ഒരുപക്ഷെ താങ്കൾ കോളേജ് പഠനകാലത്ത് തന്നെ ചലച്ചിത്രത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? ഞാൻ പഠിക്കുന്ന കാലത്ത് വലിയൊരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അതൊന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. ഈ 81 MA പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ചെയർമാനായിട്ടൊക്കെ മത്സരിക്കുകയും അതൊരു വലിയ പ്രധാന വിദ്യാർത്ഥി യൂണിയൻ്റെയാണ്. അപ്പം ആ സമയത്ത് അത്തരം ഒരു പ്രവർത്തനമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെടുന്നത്. പിന്നീട് രാഷ്ട്രീയത്തോടുള്ള ഒരു താല്പര്യം പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് കുറഞ്ഞു. രാഷ്ട്രീയ ചിന്തകളില്ല എന്നുള്ളതല്ല, പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ആഭിമുഖ്യമില്ലാതായി. ഈ സമയത്താണ് ഞാൻ പ്രസിദ്ധ ചിത്രകാരനും പിന്നീട് മലയാള ചലച്ചിത്ര രംഗത്ത് വളരെ ശ്രദ്ധേയമായ 2-3 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത R സുകുമാരൻ, പാദമുദ്ര, രാജശില്പി തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സുകുമാരൻ സാറുമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹം ഈ രവിവർമ്മ ശൈലിയിൽ ആ സ്കൂളിൽപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് വല്ലാത്തൊരടുപ്പം ഉണ്ടാകുകയും ആ അടുപ്പം വഴിയാണ് ചലച്ചിത്ര മേഖലയിലേക്കുള്ളൊരു ബന്ധം വരികയും ചെയ്യുന്നത്. അതിനു മുമ്പാണ് പ്രൊഫസർ ശിവപ്രസാദ് സംവിധാനം ചെയ്ത ജലരേഖ എന്ന ചിത്രത്തിൽ അസിസ്റ്റ് ചെയ്യാണ്ടായി അല്ലേ? അതിൽ ഞാൻ അസിസ്റ്റൻറ്റുമായിരുന്നു. അതിലെ പാട്ടും ഞാൻ എഴുതി. അതിൽ ഈ സുകുമാരൻ സാർ അതിൽ ആർട്ട് ഡയറക്ടറായിരുന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം എനിക്കൊരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എൻ്റെ ആദ്യ പാട്ടുകൾ കമ്പോസ് ചെയ്തത് MB ശ്രീനിവാസനാണ്. ഇപ്പോഴും നമ്മൾ സംഗീതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംഗീതത്തിലൊരു ബുദ്ധിപരത, പലതരം സംഗീതം ഉണ്ട്, വൈകാരികതയുണ്ടെങ്കിലും MB ശ്രീനിവാസൻ്റെ ഗാനങ്ങളൊരു പ്രത്യേക ക്ലാസ്സിൽപ്പെടുന്ന ഗാനങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 14 ഭാഷയോളം അറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴുള്ളൊരു വലിയ അനുഭവം, അദ്ദേഹം ഈ മലയാള വാക്കുകളുടെ അർത്ഥം അറിയില്ലെങ്കിൽ അത് ചോദിച്ചു മനസ്സിലാക്കി, അതിൻ്റെ ഫീലിംഗ് മനസ്സിലാക്കി അങ്ങനെ ചെയ്യുന്ന ഒരാൾ. അദ്ദേഹത്തിന് അമിതമായ ഓർക്കസ്ട്രേഷനിൽ താല്പര്യമില്ല. ചിത്രത്തിൻ്റെ മൊത്തം മൂഡ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു സംഗീതവും ആ സംഗീതത്തിൻ്റെ ആധാരമാക്കിയിട്ടുള്ള ഗാനങ്ങളുമാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും, അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച എല്ലാ ചിത്രങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. അങ്ങനെ എൻ്റെ ആദ്യ പാട്ടുകൾ ചെയ്ത അദ്ദേഹമാണ്. 1982 അതിലെ ദാസേട്ടൻ യേശുദാസ് പാടിയ 2 ഗാനങ്ങളാണ്. ഒന്ന് നാലുകെട്ടിൻ തിരുമുറ്റത്തിളവയിലേറ്റു നിൽക്കും
കൃഷ്ണതുളസി പോലെ എന്ന് തുടങ്ങുന്ന ഒരു പ്രണയഗാനവും, പിന്നെ കുറുകിയും കൊക്കുരുമ്മിയും ഊഷ്മള സ്നേഹത്തിൻ നറുമുന്തിരിച്ചാർ പങ്കിടും ഇണക്കിളികളിൽ ഒന്നു നിഷാദ ശരമേറ്റു പിടഞ്ഞു വീഴുകെ ഒരു മാമുനി ഹൃത്തിൽ കവിതയെ നീ ചിറകടിച്ചു. അപ്പോൾ പാട്ടുകൾ വളരെ നല്ലതായി. പക്ഷേ പലർക്കും ഉണ്ടാകുന്ന ഒരു ദൗർഭാഗ്യം പോലെ ആ ചിത്രം ഏതാണ്ട് പൂർത്തീകരിച്ചെങ്കിലും അത് പ്രദർശനത്തിനെത്തിയില്ല എന്നുള്ള ഒരു അവസ്ഥ എനിക്കും നേരിടേണ്ടി വന്നു. ജലരേഖ റിലീസ് ചെയ്തില്ല. പിന്നെ അതിന് ശേഷമാണ് ഞാൻ പാദമുദ്ര എന്ന ചിത്രത്തിലേക്ക് വരുന്നത്. കാരണം ഞാൻ ചലച്ചിത്ര രംഗത്ത് എന്തുകൊണ്ട് സജീവമായില്ല എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു പ്രത്യേക സ്വഭാവം കൊണ്ട് ഞാൻ ആരോടും ചാൻസ് ചോദിച്ച് പോകാറില്ലായിരുന്നു. 1. 2, അത് അഹങ്കാരത്തിൻ്റെ അല്ല, ഒരു സ്വഭാവത്തിൻ്റെ രീതി കൊണ്ടാണ്. കാരണം പലപ്പോഴും നമ്മൾ സമീപിക്കുന്നവർക്ക് പലതരം പരിഗണനകൾ ഉണ്ടാകാം. പിന്നെ അതൊരു തൊഴിലായി കൊണ്ടുപോകാനുള്ള താല്പര്യവും എനിക്കില്ലായിരുന്നു. മാത്രമല്ല, ഈ സമീപിച്ച 1-2 ഭാഗത്തു നിന്നുണ്ടായ അനുഭവങ്ങൾ എനിക്ക് അങ്ങനെ പൊരുത്തപ്പെട്ടൊക്കെ നിൽക്കണ്ട എന്നൊരു തോന്നലുണ്ടാക്കി. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരം ചിന്തകൾ കൊണ്ട് അങ്ങനെ സജീവമായില്ല. ആ സമയത്താണ് ഈ സുകുമാരൻ സാറ് ഈ അദ്ദേഹത്തിൻ്റെ ചിത്രപ്രദർശനം തിരുവനന്തപുരത്തും എറണാകുളത്തും കേരളത്തിൻ്റെ പല നഗരങ്ങളിലും നടത്തി. അതിലൊക്കെ ഞാൻ കൂടി പങ്കാളിയായി, അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായി ആ ചിത്രങ്ങൾക്കുള്ള താല്പര്യം കൊണ്ട്. അങ്ങനെ അദ്ദേഹം ജർമ്മനിക്ക് പോവുകയും അവിടെ അദ്ദേഹത്തിൻ്റെ ചിത്ര പ്രദർശനം കണ്ട പ്രമുഖനായ ഒരു നിർമ്മാതാവ്, അദ്ദേഹം പിന്നീട് ഒരുപാട് മലയാള ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, അദ്ദേഹം ആണ് ഈ പാദമുദ്ര നിർമ്മിക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ ഈ പാദമുദ്രയിൽ ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ, അതിൻ്റെ തിരക്കഥ മുതൽ എനിക്കതിൽ പങ്കാളിയാകാൻ പറ്റി. സാറുമായിട്ട് അത്ര സൗഹൃദമുള്ളത് കൊണ്ട് അതിൻ്റെ ചർച്ചകളിലും സാറിൻ്റെ തിരക്കഥാ രചനയുടെ സന്ദർഭങ്ങളിലുമെല്ലാം അതിൽ കൂടെ പങ്കെടുക്കാനൊരവസരം ഉണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കഥ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. 1. 2, ഈ പാട്ടിൻ്റെ ഒരു സന്ദർഭം വന്നപ്പോഴതിന് വല്ലാത്തൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. കാരണം മോഹൻലാൽ വളരെ ഈ ദ്വന്ദ്വ വ്യക്തിത്വമുള്ളൊരു ക്യാരക്ടർ അതിനകത്ത്. അതെ, 2 വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. 2 വേഷം ചെയ്തു. അതൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ലാൽ പണ്ടാരവും സോപ്പ് കുട്ടപ്പനും. അതിൻ്റെ ഒരു അതിശയിച്ച, ലാൽ കോളേജിൽ എൻ്റെ 2 വർഷം ജൂനിയർ ആയിരുന്നു, MG കോളേജിൽ. എനിക്കന്നേ നല്ല സൗഹൃദമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു നടനായി മാറൂ എന്ന് ഈ പാദമുദ്രയെ കാണുമ്പോൾ അതിശയിച്ചു പോകുന്നു. അദ്ദേഹം അതിൽ അഭിനയിക്കുമ്പോൾ എനിക്കൊന്ന് കേവലം 25 വയസ്സോ അദ്ദേഹത്തിനുള്ളൂ. ഈ ദ്വന്ദ്വ വ്യക്തിത്വമുള്ള 2 ക്യാരക്ടർ അദ്ദേഹം മനസ്സിലായി ചെയ്തു. ആ കഥാപാത്രം അത്ര ശക്തമായിരുന്നു, ആ 2 കഥാപാത്രങ്ങളും. അപ്പോൾ ഇതിനകത്ത് പാട്ടിനകത്തൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മോഹൻലാലിൻ്റെ ദ്വന്ദ്വ വ്യക്തിത്വം പ്രകടമാക്കണം. 1, വളരെ ഭക്തനായ, ഓച്ചറ ഭക്തനായ ഒരാളാണ് ഈ മാധു പണ്ടാരം. അതോടൊപ്പം അയാളുടെ മനസ്സിൻ്റെ മറ്റൊരു ഭാഗത്ത് വല്ലാത്ത വിഷയാസക്തിയുണ്ട്. അത് അയാളുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. അയാൾ ഈ പപ്പടം വിൽക്കാൻ പോകുന്ന വീടുകളിൽ അയാളുടെ ഈ 2ാമത്തെ ഭാവം അറിയാതെ പുറത്തു വരും. അതെ, ഓച്ചിറക്കാളയെ കൊണ്ട് കിടക്കുമ്പോൾ അയാൾ പരമഭക്തനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇയാളുടെ ദ്വന്ദ്വ വ്യക്തിത്വം ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഭജനയ്ക്ക് പോകുന്ന ഒരു വീട്ടിൽ അയാൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക ആസക്തി പ്രകടമാക്കാൻ ഈ പാട്ട് വരണം. അപ്പോൾ അതിനകത്തുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഭക്തിയുടെ ഭാവം പോകരുത്, ഇയാളുടെ വിഷയ സ്വഭാവം വരികയും ചെയ്യണം. അപ്പോൾ അതിനകത്ത് എനിക്കൊരു പിടിവള്ളി കിട്ടിയത് ശിവൻ്റെ ദ്വന്ദ്വ വ്യക്തിത്വമാണ്. ഓച്ചിറയിൽ നമ്മൾ ഓച്ചിറ പരബ്രഹ്മം എന്ന് പറയുന്നത് ശിവൻ്റെ പ്രതീകമാണ്. വളരെ അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ശിവൻ. അത് ദൈവമെന്ന രീതിയിലാണെങ്കിലും അല്ലാതെ ഒരു കലാസൃഷ്ടി എന്ന രീതിയിലാണെങ്കിലും ശിവൻ സുന്ദരനാണ്. പക്ഷേ അണിഞ്ഞിരിക്കുന്നത് ഒന്ന് ദേഹാസകലം ചുടലഭസ്മമാണ്. സർപ്പത്തെ ആഭരണമായി അണിയുന്നു, പുലിത്തോലൊടുക്കുന്നു. നടരാജനുമാണ്. എല്ലാ സമയവും പാർവതി ഉള്ളതുകൊണ്ട് ശൃംഗാരലോലുപനാണ്, അർദ്ധനാരീശ്വരനാണ്. ഒരു പുരുഷൻ്റെ പാതി സ്ത്രീ എന്നുള്ളൊരു സങ്കല്പം തന്നെ നമുക്ക് ശിവനിൽ നിന്നാണ് കിട്ടുന്നത്. 2, വളരെ മനോഹരമായി ഉടുക്കിൻ്റെ താളത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന ശിവൻ ചുടലക്കളത്തിലെത്തുമ്പോൾ രൗദ്രമായ താണ്ഡവമാടുകയാണ്. കൈലാസത്തിൽ നൃത്തം ചെയ്യുന്നു, ചുടലക്കാട്ടിൽ നൃത്തം ചെയ്യുന്നു. ഇങ്ങനെ ഈ ദ്വന്ദ്വഭാവങ്ങളുടെ ഒരു സമന്വയമാണ് ശിവസങ്കല്പം. അതൊന്ന്. 2, പാർവതി ഉള്ളപ്പോൾ തന്നെ ശിവൻ്റെ ശിരസിൽ ഗംഗയുണ്ട്. അപ്പോൾ ഇതെല്ലാം വച്ചിട്ട് ശിവൻ്റെ ദ്വന്ദ്വ വ്യക്തിത്വം, ദ്വന്ദ്വഭാവത്തിലൂടെ ഈ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഓച്ചിറ പോയി ഓച്ചിറയുടെ ഒരു അന്തരീക്ഷം കുറച്ച് മനസ്സിലാക്കി, അവിടുത്തെ ഭജനപ്പാട്ടുകൾ കേട്ടു.
കാരണം ഈ ഭജനപ്പാട്ടിൽ നമുക്ക് വലിയൊരു സാഹിത്യവും പറ്റില്ല. കാരണം ഇയാളൊരു ഓച്ചിറക്കാളയെ കൊണ്ട് നടക്കുന്ന സാധാരണക്കാരനാണ്. അപ്പം നമുക്കതിനകത്തൊരു സംസ്കൃത പദങ്ങൾ പറ്റില്ല. ശിവനെക്കുറിച്ചുള്ള ആളുകൾക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഇയാൾ പാടിയാൽ അത് അങ്ങോട്ട് വല്ലാതെ മുഴച്ചു നിൽക്കും. അപ്പോൾ അവരുടെ ഒരു സംസ്കാരത്തിൽ അവർക്ക് പാടാൻ പറ്റുന്ന ഓച്ചിറയെക്കുറിച്ചുള്ള സങ്കല്പം, അതിലൂടെ ശിവൻ്റെ സവിശേഷതകൾ, അതിലൂടെ ഈ ക്യാരക്ടറിൻ്റെ ദ്വന്ദ്വഭാവം, അതും ഒരു പരിധിവരെ വിജയിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായും. കാരണം താങ്കളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ആ ഗാനമാണ് അമ്പലമില്ലാതെ. അതെ, അത് അതിനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ അത് മോഹൻലാൽ അഭിനയിച്ച് അത്രയും മനോഹരമാക്കിയ ഒരു ചിത്രം. സുകുമാരൻ സാറിൻ്റെ സംവിധാനവും ഏറെ മികച്ചതായിരുന്നു. വിദ്യാധരൻ്റെ സംഗീതവും, വിദ്യാധരൻ മാഷിൻ്റെ സംഗീതം. ഈ ആ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴൊക്കെയുള്ള എനിക്കൊരു അനുഭവം തോന്നിയത്, ഈ വേളി യൂത്ത് ഹോസ്റ്റലിൽ വെച്ചിട്ട് അത് ചെയ്യുന്നത്. അന്ന് ഈ പാട്ടിനും കമ്പോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഈ ഹാർമോണിയവും അതിലുപയോഗിച്ചിരിക്കുന്ന തബലയും ഈ ഉപകരണങ്ങൾ നമ്മുടെ സംഗീത അക്കാദമിയിലെ അധ്യാപകരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് പാടിപ്പിച്ചിട്ട് ഈ പിക്ചറൈസേഷനും എങ്ങനെ അനുയോജ്യമാകും എന്ന രീതിയിലാണ് ആ പാട്ട് ചിട്ടപ്പെടുത്തിയത്. അപ്പം അതിൻ്റെ ഒരു മെച്ചം പാട്ടിനും ഉണ്ടായി, ആ ചിത്രത്തിലെ ആ കഥാപാത്രത്തിൻ്റെയും സന്ദർഭത്തിൻ്റെ മനോഹാരിതയ്ക്കും അത് സഹായിക്കുകയും ചെയ്തു. നമുക്ക് ആദ്യത്തെ പാട്ട് അത് തന്നെയായാലോ? അല്ല, എൻ്റെ പാട്ടുകൾ പിന്നെ ആകട്ടെ, കാരണം അതെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. നമുക്ക് പാട്ടുകളെക്കുറിച്ച് പറയുമ്പം 100 കണക്കിന് അല്ല 1000 നമ്മുടെ ഇഷ്ടപ്പെടുന്ന പാട്ടുകളുണ്ട്. ആ പാട്ടുകളെക്കുറിച്ച് ഓർമ്മിക്കാതെ പറയാതെ നമ്മൾ പാട്ടിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്കപ്പോൾ ഏത് പാട്ടിലേക്കാണ് ആദ്യം പോകേണ്ടത്? ആദ്യം നമ്മുടെ മലയാള ഭാഷയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ലളിതഗാന ശാഖ ചലച്ചിത്രഗാനങ്ങളായിട്ട് മാറുന്നൊരു കാലഘട്ടത്തിൽ പ്രഗത്ഭരായ കവികൾ ഗാനരചയിതാക്കളായി വന്നു എന്നുള്ളതാണ്. ആശാനുള്ളൂർ, വള്ളത്തോൾ എന്ന കവിത്രയത്തെപ്പോലെ തന്നെയാണ് പിൽക്കാലത്തെ കവിത്രയങ്ങളായിരുന്ന ഭാസ്കരൻ മാഷും ONV സാറും വയലാർ രാമവർമ്മയൊക്കെയാണ് നമ്മുടെ ചലച്ചിത്ര ഗാനത്തിൻ്റെ ഒരു ആരംഭ ദശയിൽ ഗാനരചയിതാക്കളായി വന്നു എന്നുള്ളത് മലയാള ഗാനശാഖയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഈ പ്രത്യേകിച്ച് നീലക്കുയിൽ മുതൽ തുടങ്ങുന്ന നമ്മുടെ പാട്ടിൻ്റെ വല്ലാത്തൊരു സംസ്കാരമുണ്ട്. ഭാസ്കരൻ മാഷിനെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാകാത്തൊരു എഴുത്തുകാരനാണ്. കാരണം പലപ്പോഴും പാട്ടുകൾ ഈ മനസ്സിലാകാത്ത പദങ്ങൾ ഉപയോഗിക്കുക, ആ പദങ്ങളിലൂടെ ഒരു ഭ്രമാത്മകമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ഇങ്ങനെയൊന്നും ശ്രമിക്കാതെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന ഭാഷയിൽ വൈകാരികമായും അതോടൊപ്പം തന്നെ കാവ്യ ഭംഗിയിലും നമുക്ക് നൽകിയ ആളാണ് ഭാസ്കരൻ മാഷ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മലയാളത്തിൽ ഈ സ്ത്രീകളെക്കുറിച്ചുള്ള പാട്ട് ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഭാസ്കരൻ മാഷ. മറ്റാരും മോശമൊന്നല്ല പറയുന്നത്. കാരണം മലയാളത്തിൽ സ്ത്രീ മനസ്സിനെക്കുറിച്ച് എഴുതുന്നത് സ്ത്രീകളായ എഴുത്തുകാരല്ല. നമുക്കങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഭാസ്കരൻ മാഷി തന്നെ എഴുതിയ പാട്ടിൽ എന്നോട് ഏറ്റവും നല്ല പ്രണയഗാനം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എല്ലാവരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വളരെ പരുക്കനായ ഒരാളെ എങ്ങനെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ചിലപ്പോൾ മറ്റാരും കാണാത്ത ഒരു ആർദ്രത, പ്രണയത്തിൻ്റെ ഒരു നിലാവ്, വെളിച്ചം അവൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പം ഒരാളിൽ മറ്റൊരാൾ കാണുന്ന സ്നേഹത്തിൻ്റെ അലിവ് അല്ലെങ്കിൽ സ്നേഹസാന്ദ്രത ഏത് തരത്തിലാണെന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഭാസ്കരൻ മാഷ് അത്രയും പരുക്കനായ ഒരു കഥാപാത്രത്തെ സ്നേഹിക്കുന്ന പെൺകുട്ടി പാടുകയാണ് എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്. അപ്പോൾ അവിടെ തുടങ്ങി പിന്നെ ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ടുകൾ അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല എന്നുള്ള, മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും എൻ്റെ മാനസവ്യാമോഹമുണരുന്നു, ഏതോ കാമുകൻ്റെ നിശ്വാസം കേട്ടുണരും, ഏഴിലം പാലപ്പൂ എന്ന പോലെ. അതേപോലെ പുനരാനായപ്പോൾ പൂങ്കോഴി കൂകിയപ്പോൾ പുതുമണവാളനെന്നുറങ്ങിയപ്പോൾ എന്നൊക്കെ നമ്മുടെ ജീവിതവുമായി സാധാരണ ഈ വളരെ വളച്ചുകെട്ടില്ലാതെ പ്രണയത്തിൻ്റെ നൈർമല്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മധുരിമ പകർന്നു തന്ന എഴുത്തുകാരനാണ് ഭാസ്കരൻ മാഷ്. അപ്പോൾ അതുകൊണ്ട് ഭാസ്കരൻ മാഷിൻ്റെ ഒരു പാട്ടിൽ തന്നെ തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഏത് പാട്ട് വേണം? അത് ഈ വിത്തുകൾ എന്ന സിനിമയിൽ പുകഴേന്തി സംഗീതം നൽകി ജാനകിയമ്മ അതിമനോഹരമായി പാടിയ ഒരു പാട്ട്, ഗോപുര മുകളിൽ വാസന്തചന്ദ്രൻ ഗോരോചനക്കുറി വരച്ചു. തീർച്ചയായും ആ ഗാനത്തിലേക്ക് പോകാം. ഒരുപക്ഷെ താങ്കൾ ചലച്ചിത്ര മേഖലയിൽ എത്തിയ കാര്യം നമ്മൾ സംസാരിച്ചു. അതോടൊപ്പം തന്നെ താങ്കൾ
ദൂരദർശനിലും ജോലിയിൽ പ്രവേശിച്ചോ? എങ്ങനെയായിരുന്നു? 88-ലാണോ തോന്നുന്നു അല്ലേ? 89-ലാണ് തോന്നുന്നു പാദമുദ്ര വരുന്നത് അല്ലേ? പാദമുദ്ര വരുന്നത്. താങ്കൾ ദൂരദർശനിൽ അപ്പം തന്നെ സേവനം തുടങ്ങുകയുണ്ടായോ? അതോ ആ പാദമുദ്ര പടം റിലീസ് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ അവിടെ, അതിനു മുമ്പ് സെലക്ഷൻ ആയിരുന്നു. പക്ഷേ 89-ലാണ് ഞാൻ പെർമനൻ്റായിട്ട് അവിടെ നിയമിതനാകുന്നത്. അതോടെ ചലച്ചിത്രമായിട്ടുള്ള ഒരു ബന്ധത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ, അത് ദൂരദർശനിലും ആകാശവാണിയിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, പലപ്പോഴും നമുക്ക് ഈ പെർമിഷൻ ഡൽഹിയിൽ നിന്ന് കിട്ടേണ്ടി വരും. സർക്കാർ സർവീസിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട് അത് ഓരോ പ്രാവശ്യവും പെർമിഷൻ വാങ്ങിക്കണം എന്നുള്ളതാണ്. സ്റ്റേറ്റിലൊക്കെ ഒരിക്കൽ പെർമിഷൻ വാങ്ങിച്ചാൽ പിന്നെ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഓരോ വർക്കിനും പെർമിഷൻ വാങ്ങുക എന്നുള്ളത് വളരെ ഒരു വലിയ കടമ്പയാണ്. എങ്കിൽ പോലും എനിക്ക് ഇത് വലിയൊരു അഭിമാനം തോന്നിയത്, ദൂരദർശൻ്റെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡയറക്ടറായിരുന്ന ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ സാർ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആ സമയത്താണ് ദക്ഷിണാമൂർത്തി സ്വാമിയുമായി ചേർന്നിട്ട് കുറച്ച് പാട്ടുകൾ ചെയ്തു. വളരെ മനോഹരമായ പാട്ടുകളായിരുന്നു. വീണ്ടും ഒരു ഗീതം, ചലച്ചിത്ര. പക്ഷെ അതും ഇതുപോലെ പുറത്തേക്ക് വന്നില്ല. ചില പാട്ടുകൾ നല്ല പാട്ടുകളായിരുന്നു. ഇടറുന്ന കിളിമൊഴിയോടെ വിട ചൊല്ലിപ്പിരിയുന്ന സന്ധ്യയെ, ഗന്ധർവഹൃദയം ബന്ധുരനാഥമായി ഉണരുന്നു. 1991 ഈ പാട്ടുകളൊക്കെ വന്നു. അതിൽ നല്ല, അതോടൊപ്പം തന്നെ ആ വർഷം തന്നെ മഹസർ എന്ന് പറഞ്ഞൊരു ചിത്രം, ഒരു പടം. ആ പടത്തിലെ പാട്ട് നല്ല പാട്ടായിരുന്നു. പക്ഷേ ആ പടത്തിന് പറ്റിയത്, അത് കഥ പറയുമ്പോൾ ഒരു കുടുംബ ചിത്രം എന്നാ പറഞ്ഞ് അത്തരം ഒരു സന്ദർഭത്തിൽ ആ പാട്ട് എഴുതുന്നത്. പാട്ട് രവീന്ദ്രൻ മാഷ ചെയ്ത് വളരെ മനോഹരമായ പാട്ടായിരുന്നു. ഏതോ കിളിനാദം എൻ കരളിൽ മധുമാരി പെയ്തു, അതിലൂറും ആടിപ്പാടി നടക്കുന്ന മന്ത്രമാം ശ്രുതിയിൽ അറിയാതെ പാടി. അത് ആടിപ്പാടി നടക്കുന്ന എന്ന് പറയുന്ന പാട്ട് ഒരു ഡാൻസിന് വേണ്ടിയുള്ള പാട്ട്. അതിനൊന്നും അങ്ങനെ വലിയ ഒരു പാട്ട് കൂടി ഉണ്ടായിരുന്നു, വെൺചന്ദനമോ. ഈ ആടിപ്പാടി നടക്കുന്ന എന്ന് പറയുന്നതൊക്കെ വെറും ഒരു സിറ്റുവേഷന് വേണ്ടി എഴുതിയെന്നല്ലാതെ അതിനകത്തൊരു രചനാപരമായോ സംഗീതപരമായിട്ട് ഞാൻ പറയില്ല. രചനാപരമായിട്ട് അതിനകത്തൊരു ഔന്നത്യമൊന്നും പുലർത്തേണ്ട കാര്യമുള്ള സന്ദർഭവുമല്ല, അങ്ങനെയുള്ളൊരു രചനയും അല്ല. അതേ സമയത്ത് തന്നെ ദൂരദർശന് വേണ്ടി താങ്കൾ പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്നു അല്ലേ? ദൂരദർശന് വേണ്ടി എഴുതിയ വെച്ചാൽ ആ കാലഘട്ടത്തിൽ എഴുതിയൊരു പാട്ട് സ്മൃതിതൻ ചിറകിലേറി, എം ജയചന്ദ്രൻ്റെ തുടക്കം. ആ പാട്ട് എനിക്ക് തോന്നുന്നു ജയചന്ദ്രൻ എൻ്റെ വീട്ടിൽ വന്നിരുന്ന, വീട്ടിൻ്റെ മുറ്റത്തൊരു തെങ്ങൻ പറമ്പിലിരുന്ന് അത് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അത് പല ദിവസമായിട്ട് വന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം പുള്ളിയുടെ ഈ പാട്ടിനോടുള്ളൊരു താല്പര്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അന്നേ നമുക്കൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇയാൾ ഭാവിയിൽ വലിയൊരു സംഗീതജ്ഞൻ ആയി മാറും ചലച്ചിത്ര രംഗത്തെന്ന്. കാരണം ഈ 1987 കേരളത്തിൽ നാഷണൽ ഗെയിംസ് നടക്കുമ്പോൾ അതിനകത്ത് മിക്കവാറും എല്ലാ ഗാനങ്ങളും എഴുതിയ കാവാലം സാറായിരുന്നു. ഈ സ്വാഗത ഗാനവും അദ്ദേഹം എഴുതിയ, സ്വാഗതം സുസ്വാഗതം കേരനിരകളെ സ്വാഗതം എന്ന് പറഞ്ഞു, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് നാടകത്തിൻ്റെ എന്തോ പ്രവർത്തനമായിട്ട് അദ്ദേഹത്തിന് പോകേണ്ടി വന്നപ്പോൾ ഞാനാണ് അതിൻ്റെ ഒരു ഓപ്പണിംഗ് സോങ് എഴുതിയത്. ഒരുമയോടെ ഒത്തുകൂടാൻ വന്നു ചേർന്നു നാം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഈ ക്ലോസിംഗ് ഗാനം ഞാനാണ് എഴുതുന്നത്. അങ്ങനെ ആ ദൂരദർശൻ അന്ന് എൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ അതൊന്നും ഒരു പരാതിയല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള അതൊന്നും വലിയ കാര്യമായി അന്നും എടുത്തിട്ടില്ല, ഇന്നും എടുത്തിട്ടില്ല എന്നുള്ളത്. അത് ദൂരദർശനിൽ ചേരുന്നതിന് മുമ്പായിരുന്നു. അതിനുശേഷം ദൂരദർശനിൽ ചേർന്ന് കഴിഞ്ഞല്ലേ സ്മൃതിധൻ ചിറകിലേറി. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ജയചന്ദ്രനും ചേർന്ന് ഒരു 10ഓളം ഗാനങ്ങൾ ചെയ്തു ദൂരദർശൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും പോപ്പുലർ സ്മൃതിധൻ ചിറകിലേറി. കാരണം അതിനൊരു പി ജയചന്ദ്രൻ പാടി, പിന്നെ അതിനകത്തൊരു ഗ്രാമത്തിൻ്റെ ഒരു തിരിച്ചുപോക്കേൻ്റെ അനുഭവമൊക്കെ ഉള്ളത് കൊണ്ട് ഒരു മുത്തശ്ശനും പേരക്കുട്ടിയുള്ള ബന്ധം അങ്ങനെയുള്ള പൈതൃകത്തിലേക്ക് മടങ്ങുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക്, അന്ന് ചെറുപ്പമായിരുന്നവർക്കൊക്കെ ഇന്നതൊരു വലിയ ഫീലിംഗ് ആയി തോന്നുന്നു. നൊസ്റ്റാൾജിയ. അത്തരം അനുഭവങ്ങളൊക്കെ ഇന്ന് കുറഞ്ഞു വരുന്നത് കൊണ്ട്. ആ പാട്ടിൻ്റെയൊക്കെ റെക്കോർഡിംഗ് എവിടെയായിരുന്നു? താങ്കൾ തരങ്കിണിയിലാണ് ചെയ്ത്, പുറത്തായിരുന്നു, ദൂരദർശനിലല്ല. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? അടുത്ത നമുക്ക് വയലാറിൻ്റെ ഗാനങ്ങളാണ്. വയലാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകിച്ച് വിശേഷണമൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ മലയാളിയുടെ മനസ്സിൽ എത്തുന്ന ആദ്യ പേര് വയലാർ, ഭാസ്കരൻ, ONV എന്ന് തന്നെയാണ്. ഇപ്പോൾ വയലാറിന് എനിക്ക് തോന്നിയിട്ടുള്ള പ്രത്യേകത, അദ്ദേഹം വളരെ ഈ ചക്രവർത്തി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തീർത്തു എന്ന് എഴുതുന്ന പ്രൗഢഗംഭീരമായ പ്രണയഗാനം എഴുതുന്ന അദ്ദേഹം തന്നെ തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പെന്നു മുടക്കം ഞാനെന്നു എഴുതും. സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി എന്നു എഴുതും. ആ അദ്ദേഹം തന്നെയാണ് ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു എന്നു എഴുതും.
പ്രതിഭയുടെ അങ്ങേയറ്റമാണ്. ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഗാനങ്ങളാണെങ്കിൽ ഞാൻ ഇന്നലെയും ചിന്തിച്ചൊരു പാട്ട്, ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃത യുഗമുഖ ഛായകളെ തീരത്തു മത്സരിച്ചു മരിക്കും തിരകളും നിങ്ങളും ഒരുപോലെ. ഇനി അവിടുന്ന് മാറിയിട്ട് വിഷാദഗാനങ്ങളാണെങ്കിൽ പോലും മോഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു മുഷിഞ്ഞിരിക്കുന്നു, സ്നേഹരാഗത്തിൻ്റെ സ്വരം ഞാൻ കേട്ടു തളർന്നിരിക്കുന്നു, ദുഃഖത്തിൻ്റെ നിറം ഞാൻ കണ്ടു, സ്വപ്നത്തിൻ്റെ ജഡം ഞാൻ കണ്ടു കറുത്തിരിക്കുന്നു, ആകെ കറുത്തിരിക്കുന്നു എന്നെഴുതാൻ ഒരു വയലാറിന് മാത്രമേ കഴിയൂ. നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിഭഞ്ചികയാകാൻ കൊതിച്ചു. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. ദൂരദർശനിൽ ഏകദേശം 30-നടുത്ത് വർഷങ്ങൾ താങ്കൾ ജോലി ചെയ്തിട്ടുണ്ട്. പ്രധാനമായി ചെയ്തിട്ടുള്ള പരിപാടികൾ ഏതെല്ലാമാണ്? ടെലിഫിലിംസ് ഉണ്ടായിരിക്കും, ഡോക്യുമെൻ്ററി ഉണ്ടായിരിക്കും. ഏതാണ് പ്രധാന താങ്കളുടെ പരിപാടികൾ ഉണ്ടായിരുന്നത്? നമുക്കവിടെ ഈ യൂഷ്വൽ പ്രോഗ്രാംസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനം. ഞാൻ ഒരുപാട് നൃത്ത പരിപാടികൾ ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻ്ററീസ്, ഫീച്ചേഴ്സ്. പിന്നെ ഞാൻ ഒരു കാര്യം വളരെ നിഷ്കർഷ പുലർത്തിയിരുന്ന ഒരാളാണ്. അത് ഒരുപക്ഷെ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കാം. ഈ ചെറിയ പ്രോഗ്രാം ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ക്രെഡിറ്റ് കൊടുക്കാത്ത ഒരാളായിരുന്നു. കൊടുക്കുന്നവരോട് എനിക്ക് പരാതിയില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ കൊടുക്കണം എന്ന് തോന്നിയിട്ടുള്ള, എടുത്തു നോക്കിയാൽ 500-ലേറെ പ്രോഗ്രാമെങ്കിലും ചെയ്തിട്ടുണ്ട്. പല വിഭാഗത്തിൽ ഡാൻസായിട്ടും ആരോഗ്യരംഗത്ത് ഫോക്ക് പ്രോഗ്രാം ഏതാണ്ട് 3-4 വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ വ്യത്യസ്തം എന്ന് തോന്നിയിട്ടുള്ളതിൽ മാത്രമേ ഒരു പേര് ഇതിൻ്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സംവിധായകൻ എന്ന് എഴുതി കാണിച്ചിട്ടുള്ളൂ. ചെയ്ത പ്രോഗ്രാം മ്യൂസിക് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, ഡാൻസ്, ആരോഗ്യരംഗം, പിന്നെ ഇൻ്റർവ്യൂസ്. അത് കഴിഞ്ഞിട്ട് ടെലിഫിലിംസ് ഒന്ന് നമ്മുടെ നാഷണൽ ആർക്കൈവീസിന് വേണ്ടിയിട്ട് ദൂരദർശൻ പ്രൊഡ്യൂസ് ചെയ്ത മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ, അതിൽ എൻ മോഹൻ സാറിൻ്റെ നിൻ്റെ കഥ എൻ്റെയും അത് ടെലിഫിലിമാക്കി. അത് വളരെ ശ്രദ്ധേയമായിരുന്നു. അനൂപ് മേനോനാണ് അതിൽ നായകനായി അഭിനയിച്ചത്. വളരെ നല്ല അഭിപ്രായം ഉണ്ടായി. പിന്നെ അതേപോലെ തന്നെ ട്രെയിൻ ടൈം അറ്റ് 9 PM എന്ന് പറഞ്ഞിട്ട് അന്ന് 9 മണിയായിരുന്നു ചാനലുകളുടെ പ്രധാന ചർച്ചകൾ. വളരെ സറ്റീറിക്കൽ, അതും വളരെ ശ്രദ്ധ നേടിയതാണ്. പിന്നെ ഡോക്യുമെൻ്ററീസ് വളരെ ശ്രദ്ധിക്കപ്പെട്ട 2-3 എണ്ണം. ഈ 2-3 എണ്ണം എന്ന് പറഞ്ഞാൽ വേറെ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് തൃപ്തി എന്ന് പറഞ്ഞത് ഉള്ളത് 2-3. ഒന്ന് നമ്മുടെ ഈ കോവളത്തെക്കുറിച്ചുള്ളത്. കോവളത്തെക്കുറിച്ചത് എനിക്ക് തോന്നുന്നു MG ശശിഭൂഷൺ സാർ അതിൻ്റെ സ്ക്രിപ്റ്റ്. അതോടൊപ്പം നമ്മുടെ ആദ്യത്തെ കല്ലിൽ തീർത്ത ഗുഹാക്ഷേത്രം കോവളത്താണ്. സപ്തമാതൃക്ഷേത്രം, കാരണം ഈ കേരളത്തിൻ്റെ വാസ്തു കണക്കനുസരിച്ച് ആദ്യമുണ്ടായ ക്ഷേത്രം അത് വിഴിഞ്ഞത്ത. ഇങ്ങനെ ഒരുപാട് നമുക്ക് അറിയപ്പെടാത്ത ചരിത്രം കോവളത്തിൻ്റെ ചരിത്ര ഡോക്യുമെൻ്ററിയിലൂടെ കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റി, അതൊന്ന്. പിന്നെ അതുപോലെ എനിക്ക് തോന്നിയ ഒന്ന്, ഞാൻ ഈ കുട്ടനാടിനെക്കുറിച്ച്, അതും 2 നാഷണൽ ടെലികാസ്റ്റ് ചെയ്ത. അതിനകത്ത് കുട്ടനാടിൽ സാധാരണ കുട്ടനാട് നെൽകൃഷിയും വള്ളവും ആ സംസ്കാരത്തിനപ്പുറം കുട്ടനാടിൻ്റെ തനതായ പല ജീവിത രീതികൾ. ഉദാഹരണത്തിന് കുട്ടനാടിൽ പ്രേമിക്കാൻ ഒരു കൈതമറ മതി എന്നാണ് പറയുന്നത്. ഈ കുട്ടനാടുകാരൻ്റെ തനിമയുള്ള ചില കാര്യങ്ങളൊക്കെ ചെറിയ നാടൻ പാട്ടുകളിലൂടെ അവതരിപ്പിക്കാൻ പറ്റി. ഇങ്ങനെയുള്ള ഒരുപാട് വൈവിധ്യമാർന്ന പാട്ടുകൾ അതിനകത്ത് ചിത്രീകരിക്കാൻ പറ്റി. പാട്ട് കേൾപ്പിക്കുക മാത്രമല്ല, അതോടൊപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോഴും പഴയ ജീവിതത്തിൻ്റെ തനിമ പൂർണ്ണമായും വിട്ടുപോകാൻ കഴിയാത്ത ഒരു സമൂഹമായി അവർ നിലനിൽക്കുന്നു എന്നുള്ളത്. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? ഇനി ONV സാറ്, ONV സാറിൻ്റെ പാട്ട് എനിക്ക് പലപ്പോഴും നമ്മൾ ഈ ഒരു ബുദ്ധിപരത കൂടുതലുണ്ട് പാട്ടിലെന്ന് തോന്നുന്ന, നമ്മൾ എഴുത്തുകളിൽ തന്നെ പറയാറില്ല, എഴുത്തുകാരിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടി കുറച്ചുകൂടി ഇത് മറ്റുള്ളത് മോശമൊന്നുമല്ല. ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു പാട്ടിൽ ബോധിവൃക്ഷദലങ്ങൾ കരിഞ്ഞു, ബോധനിലാവ് മറഞ്ഞു, ശിശിരം സിരകളിൽ ഉറഞ്ഞു, പാഴ്ത്തരു ശിഖരങ്ങൾ നഗ്നമായി നിന്നുലഞ്ഞു എന്ന് ONV സാറിനെ എഴുതാൻ പറ്റൂ ഒരു പാട്ടിൽ, കവിതയിലല്ല. അതേപോലെ നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ, സാറിൻ്റേതായ ഒരു കാവ്യ രീതിയുണ്ട്. അത് ഈ പാട്ടുകളിൽ ഇത്രയും മനോഹാരിത കൊണ്ടുവന്ന ഒരാളാണ്. ഒരാളെന്നോടൊരു അനുഭവം പറഞ്ഞു. പുള്ളി ഹരിദ്വാറിൽ താമസിക്കുന്ന സമയത്ത് രാവിലെ തൊട്ടടുത്ത ഏതോ മുറിയിൽ നിന്ന് ഈ പൊൾത്തിങ്കൽ കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാർദ്ര ശൃംഖത്തിൽ എന്നുള്ള പാട്ട് കേൾക്കും. പുള്ളി വല്ലാത്തൊരു അനുഭവ ലോകത്തായിപ്പോയി എന്ന് പറഞ്ഞ് ആ അന്തരീക്ഷത്തിൽ. അപ്പോൾ സാറിൻ്റെ ഒരു രചനാ വൈഭവം അത്
പ്രത്യേകത തന്നെയാണ്. അപ്പോൾ പ്രണയഗാനങ്ങളായാലും ആരെയും ഭാവഗായകനാക്കും, ആത്മസൗന്ദര്യമാണ് നീ, അതോടൊപ്പം തന്നെ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ, സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ എന്നൊക്കെ എഴുതാൻ ONV സാറിനെ കഴിയൂ. പ്രത്യേകിച്ച് MB ശ്രീനിവാസനും സാറും ചേർന്ന് ചെയ്തിട്ടുള്ള പാട്ടുകൾ, ദേവരായ മാഷുമായിട്ട് ഇത് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചു പോയി, ആ പാട്ടെന്നൊക്കെ പറയുന്നതിന് പകരം വയ്ക്കാൻ മറ്റൊരു പാട്ടില്ല. എന്നാൽ ഈ MB ശ്രീനിവാസനുമായിട്ട് ചേർന്ന് ചെയ്ത പാട്ടുകൾക്ക് ആ കാലഘട്ടത്തിൽ വല്ലാത്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് സംഗീതത്തിൻ്റെയും രചനയുടെയും. ഭരതമുനി ഒരു കളം വരച്ചു, ഭാസകാളിദാസ കരിക്കൾ വെച്ചു, ഉൾക്കടലിലെ തന്നെ കൃഷ്ണതുളസി കതിരുകൾ ചൂടിയ ഒരു അശ്രുകുടീരം ഞാൻ. അപ്പോൾ അതുകൊണ്ട് ONV സാറിൻ്റെ ഒരു പാട്ടാകെ, അതിൽ എനിക്ക് MBSുമായിട്ടുള്ളൊരു പാട്ടാകട്ടെ, അത് എൻ്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി നിന്നെയും തേടി. താങ്കൾ MB ശ്രീനിവാസൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൂടെ, രവീന്ദ്രൻ മാസ്റ്റർ, വിദ്യാധരൻ മാസ്റ്റർ, പെരുമ്പാവൂർ സാറ്. ചലച്ചിത്രങ്ങളിൽ ഇവരുടെയൊക്കെ കൂടെ ജോലി ചെയ്തിട്ട്. ഇതെല്ലാം ഈണം ഇട്ടിട്ട് എഴുതിയതാണോ അതോ താങ്കൾ എഴുതിയിട്ട് അവർ ഈണം കണ്ടെത്തുകയായിരുന്നു? അല്ല, ചില പാട്ടുകളൊക്കെ രവീന്ദ്രൻ മാഷുമായിട്ടുള്ള പാട്ടും ആൾമോസ്റ്റ് ഈണമിട്ട് എഴുതിയതാണ്. അപ്പോൾ ഈണമിട്ട് എഴുതുന്ന കാര്യം പറയുമ്പോൾ ഞാനൊരു സിനിമ ഉപേക്ഷിച്ചൊരു കഥയുണ്ട്. ഞാൻ ഒരു മലയാളത്തിലൊരു പ്രമുഖ സംവിധായകനെ കണ്ടു. ഞാനാകെ കണ്ട 1 or 2 പേരിൽ. അപ്പോൾ അദ്ദേഹം കുറച്ച് താല്പര്യം എന്നിൽ കാണിച്ചു, അങ്ങനെ പാട്ട് എഴുതാൻ എന്നെ വിളിച്ചു. അപ്പോൾ അതിനോടൊപ്പം മലയാളത്തിൽ അന്ന് അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നയാളുടെ പടം ഉണ്ടെങ്കിൽ എന്നെ കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യൂ. സാധാരണ ആരും അങ്ങനെ ചെയ്യുന്നതല്ല. അപ്പോൾ ഞാൻ എന്നിട്ടും ആ സംവിധായകനോട് ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്താനായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുള്ളി അത്ര പറ്റുന്ന ആളാണോ, ഇന്ന പാട്ടുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പാട്ടുകളൊക്കെ അദ്ദേഹം ചെയ്തതാണ്. അങ്ങനെ അവിടെ ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്തുണ്ടായൊരു വലിയൊരു അനുഭവം. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, മാഷെ നമുക്ക് നല്ല പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്യുക, അല്ലെങ്കിൽ മാഷൊരു ട്യൂൺ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നപ്പോഴുണ്ടായ അനുഭവം, നേരത്തെ തന്നെ വളരെ ഫേമസായ മറ്റൊരു പാട്ടിൻ്റെ ട്യൂൺ ഈ സംഗീത സംവിധായകന് നൽകുന്നു. അദ്ദേഹത്തോട് ഇതിൽ കുറച്ച് മാറ്റം വരുത്തി ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു ഡൂപ്പ് വേർഡ്സ് വരെ പാടിയിട്ടുണ്ട്, പകരം വാക്കുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് എഴുതാൻ പറയുന്നു. പക്ഷേ എനിക്കങ്ങോട്ട് ഒരു വാക്ക് പോലും വരുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് പൊരുത്തപ്പെടുക വലിയ പ്രയാസമാണ്. ഞാൻ മാഷിനോട് പറഞ്ഞു, മാഷൊരു ട്യൂൺ ഉണ്ടാക്കൂ, എന്നിട്ട് നമുക്ക് എഴുതാം. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് 2 or 3 ട്യൂൺ ഉണ്ടാക്കാം. പുള്ളി എപ്പോഴങ്ങ് ഇപ്പം നമ്മളതൊന്നും നോക്കേണ്ട, ഒരു സിനിമ കിട്ടുന്നതാണ്, ഇപ്പം നമ്മളതങ്ങ് ചെയ്യുക. പക്ഷേ എനിക്ക് ഒരു ദിവസം ഇരുന്നിട്ടൊരു വാക്ക് പോലും, കാരണം അങ്ങോട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. കാരണം ഇത് വല്ലാതെ എന്നെ, അത് കഴിഞ്ഞ് അടുത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴും ഇതുപോലൊരു ട്യൂൺ കൊണ്ടു കൊടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാഷി ഇതെന്താ നിങ്ങളിത്രയൊക്കെ, നമ്മളതൊന്നും നോക്കണ്ട. അങ്ങനെ ആ പടത്തിൽ നിന്ന് എനിക്ക് പോരേണ്ടി വന്നു. അത് 2 കാരണമാണ്. ഒരു അങ്ങോട്ട് അങ്ങനെ ഒരു രീതി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, സാധിക്കുകയില്ല. അതിപ്പോൾ നമ്മളെ ഒരാൾ ആക്ഷേപിച്ചാലും കഴിവില്ലെന്ന് പറഞ്ഞാലൊന്നും അതൊരു വിഷയമേ അല്ല. അതേസമയം ഞാൻ ഈ അയ്യപ്പൻ സോങ് കാട്ടിൽ വന്ന് ഞാൻ കൂട്ടുവിളിച്ചു ദാസേട്ടന് വേണ്ടി എഴുതിയ പാട്ടുകളിൽ 10 പാട്ടുകളിൽ ഒരു 4-5 പാട്ടുകൾ ട്യൂണിട്ട് എഴുതിയതാണ്. അതിലൊരു പാട്ട് വളരെ നീലഗളസ്ഥലം ഭസ്മാലേവിതം ശങ്കരരൂപം നീലത്തുളസിയും ചന്ദനം. പക്ഷെ അതൊക്കെ ഒരു ട്യൂൺ തരുന്നു, നമുക്ക് സമയം തരുന്നു, ആലോചിച്ചിട്ട് എഴുതുന്നു, അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എഴുതി, അല്ലാതെ ഇപ്പം സൽ ചൗധരിയെപ്പോലെ എഴുതുമ്പോൾ കുറച്ചുകൂടി അതിനൊരു സംഗീതപരമായിട്ട് ഉള്ളതുപോലെ തന്നെ കാവ്യപരമായൊരു ഭംഗി കൂടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? അടുത്ത നമുക്ക് ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ പാട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ 70 മുതൽ 90 വരെയുള്ള യുവാക്കളുടെ മനസ്സിൽ പ്രേമസാന്ദ്രമാക്കിയ കവിയും ഗാനരചയിതാവുമാണ് ശ്രീകുമാരൻ നമ്പി സാറ്. കാരണം ഈ എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ ഒരു കോളേജ് വിദ്യാഭ്യാസം ആരംഭിക്കുന്ന ഒരു 75 മുതൽ അല്ലെങ്കിൽ ഒരു യൗവനത്തിൻ്റെ ഒരു 90 വരെ ഏറ്റവും കൂടുതൽ പ്രണയഗാനങ്ങൾ സ്വാധീനിച്ചിട്ടുള്ള അത് ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ പാട്ടുകളാണ് പലതും. കാരണം പാടാത്ത വീണയും പാടും, പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ എന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് വരുന്ന വളരെ സവിശേഷമായ പല പാട്ടുകൾ, ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരും, സന്ധ്യതൻ അമ്പലത്തിൽ, ഇങ്ങനെ ഈ വളരെ കാവ്യാത്മകമാണ്. അതോടൊപ്പം വളരെ പ്രണയഭരിതവുമാണ് അദ്ദേഹത്തിൻ്റെ വരികൾ. പിന്നെ ചില പാട്ടുകളിലൊക്കെ നമ്മുടെ ഒരു മധ്യ കേരളത്തിൻ്റെ ഒരു സംസ്കാരം വരേണ്ട. ദക്ഷിണാമൂർത്തി സ്വാമിയുമായിട്ട് അദ്ദേഹം ചെയ്ത പാട്ടുകളെല്ലാം മനോഹരങ്ങളാണ്. അതോടൊപ്പം അർജുനൻ മാഷുമായിട്ട് ചേർന്നിട്ടുള്ള പാട്ടുകൾ. അതിൽ ഈ പിക്നിക് എന്ന ചിത്രത്തിൽ വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി, ആ പാട്ടൊന്ന് കേൾക്കാം.
യേശുദാസും വാണി ജയറാമും അതിമനോഹരമായി പാടിയ പാട്ട്. വാണി ജയറാമിൻ്റെ ആദ്യത്തെ യുഗ്മഗാനമാണ് മലയാളത്തിൽ. താങ്കളൊരു ചലച്ചിത്രം സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇളമറ തമ്പുരാൻ ആ ചിത്രത്തിലെത്തിയത്? ആ ചിത്രം ഞാൻ ആദ്യം ഈ സിനിമയിൽ വരുമ്പോഴേ പാട്ടിൽ ഉപരി ചലച്ചിത്ര സംവിധാന രംഗം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു താല്പര്യം. കവിതയൊക്കെ എഴുതുന്നു, അങ്ങനെ അതിനോട് ബന്ധപ്പെട്ട സൗഹൃദങ്ങളിൽപ്പെട്ട് പാട്ടുകൾ എഴുതിയെന്നല്ലാതെ പാട്ടെഴുതാൻ വേണ്ടി ഒരു വലിയ ശ്രമം നടത്തിയിട്ടില്ല. അത് രണ്ട് കാരണമാണ്. ഒന്ന്, എനിക്ക് ജോലി സംബന്ധമായ പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെർമിഷൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. രണ്ട്, അതൊരു തൊഴിലായിട്ട് എടുത്തില്ല. മൂന്ന്, സഹജമായ അലസഭാവവും കൊണ്ടും സംഭവിച്ചതാണ്. ഈ സംവിധാനം ചെയ്യുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ ഒരു സിനിമ എന്നുള്ളതായിരുന്നു മനസ്സിൽ കണക്കാക്കിയതും അത്തരം ഒരു വിഷയമായിരുന്നു. പക്ഷെ അതിനകത്ത് ഈ സിനിമ ചെയ്യുന്ന സമയത്താണ് ഈ സിനിമയ്ക്ക് പുറത്ത് നിൽക്കുന്ന സ്ഥിരം സിനിമയുടെ പാറ്റേണിനകത്ത് വരാത്തൊരാൾക്ക് ആ കാലഘട്ടത്തിൽ ഒരു സിനിമ പ്രോജക്റ്റ് ശരിയായി തരത്തിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഈ ഓഫീസ്, വീട്, പിന്നെ എൻ്റെ ചെറിയ സൗഹൃദമല്ലാതെ മറ്റൊരു ഗ്രൂപ്പുകളിലും ചെന്ന് പെടുന്ന ഒരാളല്ല. എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു മാനസികാവസ്ഥയോ കഴിവോ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ പടം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വന്ന് കുറച്ച് ടെലിഫിലിമൊക്കെ ചെയ്തു. 1-2 സിനിമകളിൽ സുകുമാരൻ സാറിനോടൊക്കെ സഹകരിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അപ്പോൾ നല്ലൊരു സബ്ജക്റ്റായിരുന്നു മനസ്സിൽ കണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ഈ സിനിമയുടെ ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ കടമ്പകളിലേക്ക് വരുമ്പം കോംപ്രമൈസ് എന്നൊരു വല്ലാത്ത ഘടകം വല്ലാതെ ബാധിച്ചു. അതതിൻ്റെ കഥയിൽ ബാധിച്ചു, അതിൽ സഹകരിപ്പിച്ച ആളുകളിൽ വന്നു. പലപ്പോഴും ഒരു ആദ്യ സംവിധായകൻ എന്ന രീതിയിൽ വളരെ ശക്തമല്ലാത്തൊരു ബാനർ, ഫിനാൻഷ്യൽ വളരെ പ്രോബ്ലമുള്ളൊരു ബാനറിൻ്റെ തുടങ്ങിപ്പോയി നിർത്താൻ വയ്യ എന്നൊരവസ്ഥയിലേക്ക് ചെന്നുപെട്ടൊരു സിനിമയായിരുന്നു അത്. കാരണം 30-35 ദിവസത്തെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ട് 20 ദിവസം കൊണ്ടത് തീർക്കേണ്ടി വന്നു. അപ്പോൾ ആയിരുന്നു, അവരൊക്കെ നന്നായി സഹകരിച്ചു. പക്ഷേ എൻ്റെ മറ്റ് അഭിനേതാക്കളായിരുന്നു വാണി വിശ്വനാഥ്, തിലകൻ ചേട്ടൻ, കലാഭവൻ മണി. അപ്പോൾ സബ്ജക്റ്റിൽ കോംപ്രമൈസ് വന്നു. നമ്മൾ ഉദ്ദേശിക്കാത്ത പലരെയും ഈ സിനിമയിൽ ചില കോംപ്രമൈസിൻ്റെ ഭാഗമായി ചിലർ വന്നിട്ട് ആ സമയത്ത് വന്നു കൂടിയിട്ട് ഇതിൻ്റെ കച്ചവടം ഇന്നയാളായാൽ എഴുതിയാൽ നന്നാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയുടെ അതിനകത്തൊരു ഉൾക്കളി എന്ന് പറയുന്ന സാധനം പരിചയമില്ലാത്തതിൻ്റെ ചില പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. അതിനോടൊപ്പം അത് വല്ലാത്ത എങ്ങനെയും ചിത്രം തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളൊരു തരത്തിലേക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്തു. അത് വല്ലാതെ ബാധിച്ചു. യഥാർത്ഥത്തിൽ എൻ്റെ കലാജീവിതത്തിൻ്റെ ഒരു പിന്നോക്കം പോക്കിന് കാരണമായി. അതിലെ പാട്ടുകൾ എഴുതിയത് ONV സാറാണ് എഴുതി. എന്തുകൊണ്ട് താങ്കൾ എഴുതിയില്ല? താങ്കൾ തന്നെ? ഞാൻ എഴുതിയെന്ന് പറഞ്ഞാൽ 2-3 ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഇതിനകത്ത് ആദ്യമേ ഒരു കോംപ്രമൈസുകൾ ഒരുപാട് വന്നു. ഒന്ന്, സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട്. പിന്നെ അല്ലാതെ ഇതിൻ്റെ ഒരു കച്ചവട പ്രശ്നവുമായി ഈ വിതരണം നല്ല കമ്പനിയായിരുന്നു. ആദ്യകാലത്ത് അതിനു വേണ്ടി തയ്യാറായി പിന്മാറിയൊരു വിഭാഗമുണ്ട്, മാറിയ ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ ചില താല്പര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ, സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ ഒക്കെ കോംപ്രമൈസ് വന്നപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ പാട്ടുകൂടെ ഞാൻ എഴുതി അങ്ങനെ ഒരു കോംപ്രമൈസ് വേണ്ട. അതെന്ത് ചെയ്യുക, നന്നായിട്ട് എഴുതുന്ന ഒരാളെ കൊണ്ട് എഴുതിക്കുക എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സാറിനെ കൊണ്ട് എഴുതിച്ചത്. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ കാവാലൻ സാറാണ്. മലയാളം, ഞാൻ കാവാലൻ സാറിൻ്റെ മിക്കവാറും നാടൻ പാട്ടുകൾ കേൾക്കുന്ന അതിരുകാക്കും മലയൊന്നു തൊടുത്തെ, അല്ലെങ്കിൽ വേലൻ വേലു, പിന്നെ വടക്കത്തി പെണ്ണാളെ, ഇങ്ങനെ സാറിൻ്റെ നാടൻ പാട്ടുകൾ സാറിന് മാത്രം പറ്റുന്ന ഒരു സംഭവം. ഇത്രയും നന്നായിട്ട് എഴുതുന്ന ഒരാൾ, അദ്ദേഹം എന്തുകൊണ്ട് മലയാള സിനിമയിൽ ഇത്രയും കുറച്ച് പാട്ടുകൾ എഴുതി എന്ന് ഞാൻ ഇന്നും അത്ഭുതത്തോടെ നോക്കുക. ഇപ്പോൾ കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല എന്ന് കാവാലൻ സാറിന് എഴുതാൻ പറ്റൂ. അതുപോലെ മുക്കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടി. അതിലുപരി എനിക്ക് തോന്നിയ ഒരു പാട്ട്, അദ്ദേഹം ആദ്യം ഈ രതിനിർവേദത്തിലൊരു പാട്ട് എഴുതി. അതിനകത്ത് ഈ കൃഷ്ണചന്ദ്രനും ജയഭാരതിയും തമ്മിലുള്ള ആദ്യത്തെ ഒരു സംഗമ സമയത്തൊരു പാട്ട്, അത് സാർ എന്തും ധ്വന്യാത്മകമായിട്ട് ആണ് ആ പാട്ട്. തിരുതിരുമാരൻ കാവിൽ ആദ്യ വസന്തം കൊടിയേറി എന്ന് എത്ര മനോഹരമായിട്ട്, അല്ലേ? അതൊക്കെ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. തിരുതിരുമാരൻ കാവിൽ ആദ്യ വസന്തം കൊടിയേറി അണിഞ്ഞൊരുങ്ങി ചമഞ്ഞിറങ്ങി, അങ്ങനെയാണ് തോന്നുന്നത്. അത് തിരിച്ച് കളമെഴുത്ത് പാട്ടിൻ്റെ കഥ തുടങ്ങി. അതേപോലെ ഈ പുലരിത്തു മഞ്ഞിൻ തുള്ളിയിൽ എന്ന പാട്ടിൽ
ഉത്സവപ്പിറ്റേന്ന് കത്തിത്തീർന്ന പകലിൻ്റെ പൊട്ടും പൊടിയും ചാർത്തി ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി വിറക്കുന്നു, വീണ്ടും പുലരി വിറക്കുന്നു. അപ്പോൾ എനിക്ക് വളരെ ഞാൻ അപ്പോഴൊക്കെ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പം മലയാള സിനിമ ഗാനരംഗത്ത് വേറൊരു തരം രചനാ രീതി കൊണ്ടുവരാൻ സാറിന് കഴിയുമായിരുന്നു. എഴുതിയ പാട്ടുകളെല്ലാം അതിമനോഹരമാണത്. പ്രത്യേകിച്ച് ദേവരായ മാഷ് സംഗീതം ചെയ്ത് ദാസേട്ടൻ പാടിയ പൂവാർകുഴലിൽ പെണ്ണിനുണ്ടൊരു കിളുന്തു പോലുള്ള മനസ്സ്, ആ പാട്ട് നമുക്കൊന്ന് വാടകയ്ക്കൊരു ഹൃദയം. എങ്ങനെയായിരുന്നു താങ്കളുടെ വീട്ടിലെ ഒരു അന്തരീക്ഷം? ഈ സാഹിത്യ പ്രവർത്തനത്തിനും കലാപ്രവർത്തനത്തിനും ഒക്കെ പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നു? അങ്ങനെ കലാരംഗത്തുള്ള ആരും ഒന്നുമില്ല, ഒരു പാരമ്പര്യമൊന്നുമില്ല. അമ്മ അധ്യാപികയായിരുന്നു, ഭാഷയോടൊരു സ്നേഹമുണ്ട്. പക്ഷേ എൻ്റെ അന്തരീക്ഷം വളരെ മനോഹരമായിരുന്നു. കാരണം ഇന്നിപ്പോൾ സിവിൽ സ്റ്റേഷനിലിരിക്കുന്ന കുടപ്പനക്കുന്ന് ഒരു 25 വർഷം മുമ്പ് അതിമനോഹരമായ സ്ഥലമായിരുന്നു, ഗ്രാമം. കാരണം എനിക്ക് തോന്നുന്നു ഒരു 100 ഏക്കറിലേറെ നെൽകൃഷി, എവിടെയും നെൽപ്പാടം, നിറഞ്ഞൊഴുകുന്ന തോടുകൾ, 10-20 കുളങ്ങൾ, എവിടെയും കൈതയും താഴെയും തെങ്ങിൻ പറമ്പുകൾ, ഇങ്ങനെ അതിമനോഹരമായ സ്ഥലം. പിന്നെ വളരെ സാധാരണക്കാരായി, ഇപ്പം കുടിയേറ്റം വന്നിട്ട് വല്ലാത്തൊരു നഗരവൽക്കരണമായെങ്കിലും മുമ്പ് വളരെ സാധാരണക്കാരായ ഒരുപാട് കഥാപാത്രങ്ങളുണ്ടായിരുന്നു. വളരെ സവിശേഷത, നമ്മൾ ഈ സാധാരണ കാണുന്ന ഗ്രാമകഥാപാത്രങ്ങളിൽ പോലും വളരെ സവിശേഷമായ പഠനാർഹമായ വ്യക്തിത്വമുള്ള ചില കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഈ അന്തരീക്ഷവും ഇതെല്ലാം കൂടി രൂപപ്പെടുത്തിയ ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഈ വേറിട്ട ചില ചിന്തകൾ എന്ന് പറയാവുന്ന കാര്യങ്ങളുണ്ടാകുന്നത്. ആ കാലത്തെല്ലാം താങ്കൾ ആകാശവാണി ശ്രദ്ധിക്കുമായിരുന്നു? ആകാശവാണി ശ്രദ്ധിക്കും. ആകാശവാണി എന്ന് പറഞ്ഞാൽ അന്ന് ഇത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ ഈ വീട്ടിലൊക്കെ അച്ഛനെയൊക്കെ ഞാൻ ആലോചിക്കുന്നത് രാവിലെ 5:55 ആകുമ്പോൾ റേഡിയോ ഓൺ ചെയ്തിരിക്കും. ഈ 6 മണിക്ക് അതിൻ്റെ സിഗ്നേച്ചർ ട്യൂൺ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഭവമാണ്. പിന്നെ എപ്പോഴും ഈ ആകാശവാണിയുടെ ഒരു സുഖം എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ അടുത്തിരുന്ന് കേൾക്കുന്ന ഒരു പാട്ടിനേക്കാളും അകലെ നിന്ന് കേൾക്കുന്ന ഒരു പാട്ട്, ഒരു പാടത്തിനപ്പുറത്തു നിന്ന് വരുന്നൊരു പാട്ട്, അല്ലെങ്കിൽ കുന്നിൻ മുകളിൽ ഒരു റേഡിയോയിൽ നിന്ന് കേൾക്കുന്നൊരു പാട്ട്, ഇത് നൽകുന്നൊരു സുഖമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കൗമാര സ്വപ്നങ്ങളെ ഒക്കെ വല്ലാതെ സ്വാധീനിച്ചത് അന്ന് കേൾക്കുന്ന റേഡിയോ നാടകങ്ങൾ, പിന്നെ റേഡിയോ പ്രഭാഷണങ്ങൾക്ക് വലിയൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനൊരു കാരണം വളരെ പ്രഗത്ഭന്മാരായിരുന്നു അന്ന് റേഡിയോയിൽ, അല്ലേ? തിക്കോടിയൻ, ഭാസ്കരൻ മാഷ്, ടി.എൻ. ഗോവിന്ദനാഥ് നായർ സാറ്, നാഗവള്ളി ആർ.എസ്. കുറുപ്പ്, ജഗതീയൻ കെ ആചാരി, സംഗീതജ്ഞരെ നെയ്യാറ്റിൻകര വാസുദേവൻ സാറ്, അല്ലെങ്കിൽ പെരുമ്പാവൂർ സാർ, എം.ജി. രാധാകൃഷ്ണൻ തുടങ്ങിയ എല്ലാ മേഖലയിലും പ്രഗത്ഭന്മാരുടെ ഒരു പത്മരാജൻ സാറ്, ഇങ്ങനെ ഈ പ്രഗത്ഭന്മാർ നിറഞ്ഞ ഒരു പിൽക്കാലത്ത് നമ്മുടെ സംഗീത മേഖലയായാലും സാഹിത്യ മേഖലയായാലും സിനിമാ മേഖലയായാലും വല്ലാതെ ഒരു സ്വാധീനം ചെലുത്തിയ ആൾക്കാരെല്ലാം പ്രവർത്തിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അതൊക്കെ അന്നത്തെ തലമുറ ഇന്നത്രത്തോളം സ്വാധീനിക്കുന്നു കേൾക്കുന്നു എന്നറിയില്ല, വല്ലാതെ സ്വാധീനിച്ചു. ആ ഒരു അനുഭവം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമുക്ക് അപ്പം ഇനി അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? അടുത്തത് വിദ്യാരൻ മാഷിനെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാനൊക്കില്ല. കാരണം എൻ്റെ ഈ പാദമുദ്രയിലെ പാട്ടൊക്കെ ചെയ്യുമ്പോഴും വേണം ഞാൻ ഈ വിദ്യാരൻ മാഷ്, അദ്ദേഹത്തിന് വല്ലാത്ത നാടൻ പാട്ടുകളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ തനത് സംഗീതത്തിലുള്ള അറിവ് വല്ലാത്തതാണ്. അദ്ദേഹം വലിയ ഗിമിക്സ് ഒന്നും പാട്ടിക്കാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ആരോ ഒരു പഠനം നടത്തിയപ്പോൾ വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്ന രാഗങ്ങൾ അദ്ദേഹം ഉപയോഗിച്ച പാട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യകാലം കൽപ്പാന്തകാലത്തുള്ളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് നഷ്ടസ്വർഗങ്ങളെ നിങ്ങൾ എനിക്കൊരു ദുഃഖസിംഹാസനം നൽകി, അതുപോലെ പാദമുദ്രയിലെ പാട്ട്, പിന്നെ ഞാനുമായിട്ട് ചേർന്ന അയ്യപ്പൻ സോങ്സ് തരംഗണിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തൊരു 10 പാട്ട്, അതെല്ലാ പാട്ടുകളും വളരെ പോപ്പുലറായി. അത് കഴിഞ്ഞ് ഞാനും മാഷുമായിട്ട് ഇത്തിരി പാട്ടുകൾ, ആൽബം പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ദേവരാജൻ മാഷിൻ്റെ ഒരു പൈതൃകം പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആൾ വിദ്യാരൻ മാഷ്. കോപ്പിയടിച്ചോ അതനുകരിച്ചോ എന്നല്ല, നമ്മുടെ കേരള തനിമ പാട്ടുകളിൽ പിന്നെ ജയചന്ദ്രനും മാഷ് ചെയ്തതിൽ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിൽ ONV സാർ എഴുതി പാടുവാനായി വന്നു നിൻ്റെ പടിവാതിൽക്കൽ, അതാകട്ടെ അടുത്ത പാട്ട്. ഇനിയുള്ള താങ്കളുടെ സിനിമ സ്വപ്നങ്ങൾ അതല്ലെങ്കിൽ പാട്ടെഴുത്തിലെ സ്വപ്നങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, പാട്ടെഴുത്തിൽ എങ്ങനെ ഇപ്പം എഴുതാൻ പറ്റുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ടെഴുതാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം എന്നെപ്പോലെ ഒരാൾക്കില്ല. കാരണം പുതിയ തലമുറ എഴുതുന്ന ആൾക്കാർ വന്നു, റഫീഖ് അഹമ്മദിനെ പോലെ വളരെ നന്നായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെ ഈ ഒരു സിനിമ
സിറ്റുവേഷനിലേക്ക് കടന്നു പോകാനുള്ളൊരു താല്പര്യമില്ല. പിന്നെ ആരെങ്കിലും പറഞ്ഞെഴുതണം എന്നുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ അവസരം തേടി പോകുന്നൊരു മാനസികാവസ്ഥയല്ല. കാരണം ഞാൻ ഈ ആകാശവാണി ആയതുകൊണ്ടാണ് 1-2 പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ പോലും ഞാൻ ഒഴിവായ ഒരാളാണ്. കാരണം നമ്മളിപ്പോൾ സജീവമല്ല. പിന്നെ എനിക്ക് ഒരു ആഗ്രഹം ശേഷിക്കുന്നത് 1-2 സിനിമ അതിൽ നിന്ന് പിൻവാങ്ങിയതിൽ എനിക്ക് എൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു ദുഃഖമുണ്ട്. അതുകൊണ്ട് ഒരുപാട് സിനിമകളൊന്നും അല്ലെങ്കിലും 1-2 വളരെ വ്യത്യസ്തമായ, അത് വളരെ കാലിക പ്രസക്തി ഉള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ വിഷയങ്ങൾ ഒരു ചലച്ചിത്രമാക്കിയാൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതിനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു. അത് ഫലപ്രാപ്തിയിലെത്തുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് എന്തായാലും അത് ഫലപ്രാപ്തിയിലെത്തട്ടെ. എല്ലാവിധ ആശംസകളും മുൻകൂറായി നേരുകയാണ്. ആകാശവാണിയുടെ ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ എന്ന പരിപാടിയിൽ വന്ന് ഇത്രയും സമയം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിച്ചതിനും ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചതിനും പ്രത്യേകം നന്ദി. നമസ്കാരം. ഈ ആകാശവാണിയിൽ വരുമ്പോഴുണ്ടാകുന്നൊരനുഭവം, ആകാശവാണിയുടെ സഹോദര സ്ഥാപനത്തിലാണ്, പിൻഗാമിയായ സ്ഥാപനത്തിലാണ് പ്രവർത്തിച്ചെങ്കിലും ഞാൻ ഈ ആകാശവാണി സ്റ്റുഡിയോയിൽ വരുന്നത് ഇന്നാദ്യമായിട്ടാണ്. പക്ഷേ ഈ ആകാശവാണിയിൽ വരുമ്പോഴുള്ളൊരു അനുഭവം എന്ന് പറയുന്നത്, നമുക്ക് അന്യമായ ഒരു സ്ഥലത്ത് പോകുന്നു എന്നുള്ളതില്ല. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും. കാരണം നമ്മുടെ കേൾവി എന്നുറയ്ക്കുന്നോ അല്ലെങ്കിൽ എന്നുറച്ചോ അന്നു മുതൽ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആകാശവാണി. ഈ ആകാശവാണിയിൽ നമുക്ക് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന സുഖം, അത് ഒരു ഗ്രഹാതുരത്വം തന്നെയാണ്. അത്തരം ഒരു ഗ്രഹാതുരത്വത്തിൻ്റെ അനുഭവം ഇന്ന് നേരിട്ട് അനുഭവിക്കാനും പങ്കിടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായ ഹരി കുടപ്പനക്കുന്ന് അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.